ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് വെള്ള മുന്തിരി കൊണ്ടുള്ള ഒരു ഗ്ലാസ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ഗ്ലാസ് പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1/2 കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ മുന്തിരിയുടെ തൊലിയെല്ലാം നല്ലതുപോലെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്കിനിയും ഈ മുന്തിരിയുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ഗ്ലാസ് പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത്. ഇപ്പൊ നമ്മൾ അതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു പൾപ്പിനകത്തുള്ള കുരു കൂടി ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കൊണ്ടുവരിക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് ജ്യൂസ് ആക്കി ഒന്ന് കൊണ്ടുവരാം. ഇപ്പൊ ഇതേ രീതിയിൽ അടിച്ച് ജ്യൂസ് ആക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇനി പുഡിംഗ് തയ്യാറാക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് ജെലാറ്റിൻ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു 3 സ്പൂൺ ജെലാറ്റിൻ ഇട്ടു കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയെല്ലാം കൊടുത്ത് ആ ഒരു വെള്ളവും ജെലാറ്റിനും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പം നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും വേണം ഇതൊന്ന് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് പുഡിംഗ് തയ്യാറാക്കുന്നത് അത് ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിൽ ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയുടെ ജ്യൂസ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളവും മുന്തിരി ജ്യൂസും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ജ്യൂസിന്റെ അളവനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവും കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ കൂടുതൽ മധുരം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ മധുരം ചേർക്കുന്നതിനും കുഴപ്പമില്ല. പഞ്ചസാരയെല്ലാം മുന്തിരിയുടെ ജ്യൂസിലെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് കറുത്ത കസ്കസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കസ്കസും മുന്തിരി ജ്യൂസും എല്ലാം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നേരത്തെ ഞാൻ ജ്യൂസ് അടിക്കാൻ എടുത്ത മുന്തിരിയിൽ നിന്നും അല്പം മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജെലാറ്റിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ജെലാറ്റിനൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നിർത്താതെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് അല്പം ഇഞ്ചിനീര് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തായിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ അത് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയാകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയായി വരും. അപ്പൊ കട്ടിയായി വന്നതിന് ശേഷം വേണം ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ഈ ജെലാറ്റിൻ ചേർക്കുന്നത് കറക്റ്റ് അളവനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ജെല്ലിയായിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ നമ്മുടെ ആ ഒരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു പുഡിങ്ങിന്റെ ആ ഒരു ജ്യൂസ്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഏത് ആകൃതിയിലുള്ള പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ ചതുരത്തിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാരണ ടെമ്പറേച്ചറിൽ ഇതൊന്ന് വെക്കുക. ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു പുഡിംഗ് തന്നെയാണിത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.